ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എഡ്യൂക്കേഷൻ ലോണിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ആർക്കൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ നഴ്സിങ്ങിനും പാരാമെഡിക്കലിനും അതുപോലെ നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും എഞ്ചിനീയറിംഗ് അതുപോലെയുള്ള ഏത് കോഴ്സിനായാലും നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് എഡ്യൂക്കേഷൻ ലോൺ കിട്ടേണ്ടത്, അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് ഇത് കിട്ടുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോ എന്തായാലും കുറച്ച് ലെങ്തി ആയി പോകുന്നതുമായിരിക്കും. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. ടൈം ഉള്ളപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടിരുന്ന് കാണാനും കൂടി ശ്രദ്ധിക്കുക. മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഡൗട്ട്സ് കമന്റ് സെക്ഷനിൽ ചോദിക്കാനും കൂടി ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, എഡ്യൂക്കേഷൻ ലോൺ തരാമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഏജൻസിയിലോ സ്പാമിലോ ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവരും ബാങ്ക് വഴി തന്നെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് കാര്യങ്ങൾ നീക്കാനും ശ്രദ്ധിക്കുക. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ലോൺ പ്രോസസ്സിന്റെ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും തേർഡ് അലോട്ട്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറെ കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും, കുറെ കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവില്ല. എന്തായാലും നിങ്ങൾക്ക് എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് അഡ്മിഷൻ കിട്ടിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനു മുന്നേ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നത് ആദ്യം മനസ്സിലാക്കുക. ഇനി അടുത്ത നിങ്ങളുടെ ഡൗട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ലോണിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ്. അത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഡയറക്റ്റ് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള ബാങ്കിൽ പോവുക. പലർക്കും പല ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും. SBI ഉണ്ട്, കാനറ ഉണ്ട്, ഗ്രാമീൺ ബാങ്ക് ഉണ്ട്, അങ്ങനെ ICICI ബാങ്ക് ഉണ്ട്, അങ്ങനെ കുറെ ബാങ്കുകളുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ബാങ്കിൽ എല്ലായിടത്തും കയറി ഇറങ്ങി നടക്കണം എന്നല്ല പറയുന്നത്. ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാതിരിക്കാനുള്ള ഒരു ടിപ്പ് കൂടി പറഞ്ഞു തരാം. അതിനു മുന്നേ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ബാങ്കിൽ ചെല്ലുക. അവിടെ ചെന്നതിന് ശേഷം നിങ്ങൾ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ്, അങ്ങനെയുള്ള സ്കീമുകൾ, ഇൻട്രസ്റ്റ്, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. ബാങ്ക് മാനേജറുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ പോകുന്ന സമയത്ത് തന്നെ ഇതിനുവേണ്ടി നിങ്ങൾ ഒന്നും കൊണ്ടുപോകേണ്ട. ആദ്യം ബാങ്കിൽ പോവുക, അവിടെയുള്ള കാര്യങ്ങളും സ്കീമും കാര്യങ്ങളും എൻക്വയറി ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം തിരിച്ചു വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അതിനുശേഷം ഞാൻ പറയാൻ പോകുന്നത് പല കുട്ടികൾക്കും അറിയാത്തൊരു കാര്യമാണ്. നമുക്ക് 2 പോർട്ടൽസ് അവൈലബിൾ ആണ്. പലർക്കും പോർട്ടൽസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് ഒരു വെബ്സൈറ്റ് ആണ്. നിങ്ങൾ ഗൂഗിളിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതായത് ഇപ്പം വിദ്യാലക്ഷ്മിയുടേതാണെങ്കിൽ www.vidyalakshmi പോർട്ടൽ എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അതുപോലെ അതിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ജനസമൃദ്ധ എന്ന് പറയുന്ന ഒരു പോർട്ടലിലോട്ടും കയറാൻ പറ്റും. എന്താണ് ഈ പോർട്ടൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സിഡി കിട്ടാൻ, അതായത് എന്തായാലും നിങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ തീരുമാനിച്ചല്ലോ, അപ്പോൾ ഓൾറെഡി നമുക്ക് ഇൻട്രസ്റ്റും കാണും. അപ്പോൾ ഈ ഇൻട്രസ്റ്റിൽ എന്തെങ്കിലും സബ്സിഡി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പോർട്ടലിൽ കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതെല്ലാം നമുക്ക് പറഞ്ഞു തരാം ഞാൻ. അതിനു മുന്നേ ഇത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ പോർട്ടലാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് സ്കാം ആണെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരുപാട് പേര് ചെയ്യുന്നതാണ്. ജനസമൃദ്ധം അതുപോലെ തന്നെ വിദ്യാലക്ഷ്മി പോർട്ടൽ, ഇത് നമ്മുടെ സബ്സിഡിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ഇൻട്രസ്റ്റ് ഒന്ന് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു വെബ്സൈറ്റ് ആണ് ഇത്. അപ്പൊ നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ എന്താണ് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞത്, നിങ്ങൾ ആദ്യം അടുത്തുള്ള ബാങ്കിൽ പോവുക, അന്വേഷിക്കുക, തിരിച്ചു വരിക. ഇതുപോലെ ഒരു പോർട്ടൽ, അതായത് വെബ്സൈറ്റിൽ കയറുക. ഈ വെബ്സൈറ്റിനകത്ത് വരുന്നത് നിങ്ങളിപ്പോ വിദ്യാലക്ഷ്മി പോർട്ടലിനാണ് കയറിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിനകത്ത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. രജിസ്റ്റർ ചെയ്യാനായിട്ട് അവർ കുറെ ഇൻഫർമേഷൻസ് ചോദിക്കും. അതായത് നിങ്ങളുടെ ബേസിക് ബയോഡേറ്റ, നിങ്ങളുടെ പേര്, നമ്പർ, മെയിൽ ID കാര്യങ്ങളെല്ലാം ചോദിക്കും. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കറക്റ്റ് ആയിട്ട് മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ ആപ്ലിക്കേഷനിൽ കൊടുക്കാവുള്ളൂ. അല്ലാതെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഒന്നേന്ന് തുടങ്ങണം. അപ്പോൾ അതിനു വേണ്ടി ടൈം മെനക്കെടുത്തരുത്. ചിലപ്പോൾ എറർ എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് നിങ്ങളുടെ ഓരോ സ്പെല്ലിങ്ങും ശ്രദ്ധിച്ച് കറക്റ്റ് ആയിട്ട് അവർ പറയുന്ന
ഇൻഫർമേഷൻസ് അടിച്ചു കൊടുത്തതിന് ശേഷം മാത്രം സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ രജിസ്റ്റർ ആയി നമ്മുടെ കയ്യിൽ ഒരു മെയിൽ ID, യൂസർ ID, അതുപോലെ പാസ്വേഡ് ഉണ്ടാവും. ഇത് മൂന്നും നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഒരിക്കലും അത് മറന്നു പോകരുത്. അതാണ് നമുക്ക് ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഈ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് മെയിൽ വരാറുണ്ട്. അതായത് നിങ്ങൾ ഇതുപോലെ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാലക്ഷ്മി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് മെയിൽ വരാറുണ്ട്. അതുപോലെ ഇതിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ജനസമൃദ്ധിയിലേക്കോട്ട് പോവാം. അപ്പൊ നിങ്ങൾക്ക് ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കാം. ഈ വിദ്യാലക്ഷ്മി പോർട്ടലും അതുപോലെ ജനസമൃദ്ധി എന്ന് പറയുന്ന പോർട്ടലിന്റെ ഡിഫറൻസ് എന്താണെന്ന് ഒബിയസ്ലി എന്തായാലും നിങ്ങൾക്കൊരു ഡൗട്ട് വരും. അപ്പൊ വിദ്യാലക്ഷ്മി പോർട്ടൽ എന്ന് പറയുന്നത് സ്റ്റുഡൻസിന്റെ എഡ്യൂക്കേഷൻ ലോൺ മാത്രം, അതിനകത്ത് നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റുന്ന എഡ്യൂക്കേഷൻ ലോണിന്റെ സ്കീം, ഇൻട്രസ്റ്റ്, ഏതൊക്കെ ബാങ്ക് കൊടുക്കാൻ പറ്റും, ആർക്കൊക്കെയാണ് എലിജിബിലിറ്റി, എത്ര ലക്ഷം വരെ കൊടുക്കാൻ പറ്റും, എത്ര ലക്ഷത്തിന് എത്ര രീതിയിലുള്ള അസറ്റ് ആണ്, ആരൊക്കെയാണ്, എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് തന്നെ കാണുന്നതായിരിക്കും. അതുപോലെ എന്താണ് ജനസമൃദ്ധി പോർട്ടൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് സ്റ്റുഡൻസിന്റെ എഡ്യൂക്കേഷൻ ലോൺ മാത്രമല്ല വരുന്നത്, ഒരുപാട് ലോൺസിന്റെ കാര്യങ്ങൾ ഉണ്ടാകും. എബ്രോഡിന്റെ ലോൺസ് കാര്യങ്ങൾ, അതായത് പുറത്തോട്ട് പോകുമ്പോൾ എടുക്കാനുള്ള ലോൺസിന്റെ കാര്യങ്ങൾ ഉണ്ടാകും. അതായത് മിക്സഡ് ആണ്, എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നതാണ് ജനസമൃദ്ധി. ഇനി നിങ്ങൾക്ക് ഈ വിദ്യാലക്ഷ്മിയിൽ നിന്നും ജനസമൃദ്ധി പോർട്ടലിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണും, മൂവ് ടു ജനസമൃദ്ധി എന്ന് പറഞ്ഞിട്ട്. അതിലോട്ട് പോയിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കീമും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ എന്താണ് ചെയ്തത്, ഒരു ബാങ്കിൽ ചെന്നു, അവിടെ പോയി അന്വേഷിച്ചു, തിരിച്ചു വന്നു. അതിനുശേഷം നമ്മൾ ഈ പോർട്ടലിൽ കയറി ഓരോ ബാങ്കിന്റെയും നിങ്ങൾ ഇരുന്ന് എഴുതി വെക്കുക. ICICI ബാങ്ക് ആണെങ്കിൽ അവിടുത്തെ സ്കീം ഇങ്ങനെയാണ്, എഡ്യൂക്കേഷൻ ലോണിന് വരുന്ന ഇൻട്രസ്റ്റ് ഇതാണ്, എലിജിബിലിറ്റി ഇതാണ്, അതുപോലെ SBI ആണെങ്കിൽ എങ്ങനെയാണ്, അതുപോലെ ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ എങ്ങനെയാണ്, നിങ്ങൾ എഴുതി വെച്ച് മനസ്സിലാക്കി ഇതിൽ ഏതാണ് ഇൻട്രസ്റ്റ് കുറവ്, നിങ്ങൾക്ക് ഏതാണ് ഓക്കെ എന്ന് തോന്നുന്ന ബാങ്കിലേക്ക് നിങ്ങൾ പിന്നെ ഡയറക്റ്റ് ചെല്ലുകയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് ചെല്ലുന്നതിന് മുന്നേ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ആ കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വലിയൊരു വീഡിയോ ചെയ്യുന്നത്. ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഡൗട്ട്സ് ചോദിക്കാൻ ശ്രദ്ധിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാനാണ് ശ്രമിക്കുന്നത്. കാരണം ഇല്ലേ നിങ്ങൾക്ക് എല്ലാം കൂടെ മനസ്സിലാകാത്ത ഒരു അവസ്ഥയിലായിട്ട് മാറുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ പോർട്ടലിൽ നോക്കി നമ്മൾ സ്കീം എല്ലാം മനസ്സിലാക്കി, നമ്മൾ എഴുതി വെച്ചു, എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ഇൻട്രസ്റ്റ് എന്നെല്ലാം മനസ്സിലാക്കി. ഇനി നമ്മൾ ഓൾറെഡി അഡ്മിഷൻ എടുക്കണമല്ലോ. അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് മാത്രമാണല്ലോ ഈ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ഇനി എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്? നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീസ് അടക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതായത് കോഷൻ ഡിപ്പോസിറ്റും ഹോസ്റ്റൽ ഫീസും, അതുപോലെ തന്നെ ഹോസ്റ്റൽ അല്ലാത്തവർക്ക് ഹോസ്റ്റൽ ഫീസ് ഇല്ല, അതുപോലെ തന്നെ നിങ്ങളുടെ ട്യൂഷൻ ഫീസ്, സ്പെഷ്യൽ ഫീസ്, ഇതെല്ലാം നിങ്ങൾ കയ്യിൽ നിന്ന് അടക്കേണ്ടി വരും. ഇത് എഡ്യൂക്കേഷൻ ലോൺ വഴി കിട്ടില്ല. കാരണം എന്താണ്, നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ ലോണിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഫസ്റ്റ് ഇയറിലെ ഫീസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എന്തായാലും കയ്യിൽ നിന്ന് തന്നെ ഫുൾ പേയ്മെന്റ് അടക്കേണ്ടതായിട്ട് വരും. ഇത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പോകെ പോകെ പറഞ്ഞു തരുന്നതായിരിക്കും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. അപ്പൊ നമ്മളിപ്പോ കോളേജിൽ അഡ്മിഷൻ എടുത്തു. കോളേജിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം ക്ലാസ് ഒക്കെ തുടങ്ങി ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ നമുക്ക് കോളേജിൽ നിന്ന് കുറച്ച് പേപ്പേഴ്സ് വാങ്ങണം. ഈ പേപ്പേഴ്സും കാര്യങ്ങളും ഡോക്യുമെന്റ്സ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എവിടെ പോകാനായിട്ട്, ബാങ്കിൽ പോകാനായിട്ട്. നമ്മൾ ആദ്യം ചെയ്തത് എന്താണ്, ബാങ്കിൽ പോയി ആദ്യം അടുത്തുള്ള ബാങ്കിൽ പോയി എൻക്വയറി ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ വിദ്യാലക്ഷ്മി പോർട്ടലിലും അതുപോലെ തന്നെ നമ്മുടെ ജനസമൃദ്ധി പോർട്ടലിലും കയറി എല്ലാ ബാങ്കിന്റെയും സ്കീമും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു. അഡ്മിഷൻ എടുത്തു, ക്ലാസ് തുടങ്ങി, 2 ആഴ്ചയായി. 2 ആഴ്ച ആയപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള പേപ്പേഴ്സ് നിങ്ങൾ ഓൾറെഡി കോളേജിൽ പറയണം, ലോണിൽ അപ്ലൈ ചെയ്യാനുള്ള പേപ്പേഴ്സ് റെഡിയാക്കി തരാൻ. അവരപ്പോൾ പേപ്പേഴ്സ് റെഡിയാക്കി തരും. എന്തൊക്കെ പേപ്പേഴ്സ് ആണ് കോളേജിൽ നിന്നും കിട്ടുന്നുണ്ടാവുക? ഇപ്പൊ ഹോസ്റ്റലിലുള്ള കുട്ടികൾക്കാണ് എന്നുണ്ടെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്നു എന്നതിനുള്ള ഒരു ബോൺഫൈഡ് സർട്ടിഫിക്കറ്റ് കിട്ടും. അതുപോലെ തന്നെ കോളേജിന്റെ അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ നല്ല യൂണിവേഴ്സിറ്റി ആണ്, INC അപ്രൂവ്ഡ് ആണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ അതെല്ലാം കോളേജുകാർ തന്നെ സെറ്റ് ചെയ്ത് തരും. നിങ്ങൾ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മതി, അവര് ആ കാര്യങ്ങളെല്ലാം റെഡിയാക്കി തരും. അതിനു മുന്നേ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്ത കോളേജിന് INC അപ്രൂവൽ ഉണ്ടായിരിക്കണം, നല്ല യൂണിവേഴ്സിറ്റി ആയിരിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫീ സ്ട്രക്ചർ, ഇതെല്ലാം നിങ്ങൾ റെഡിയാക്കി ഒരു പേപ്പേഴ്സ് നിങ്ങൾക്ക് കോളേജിൽ നിന്ന് തരും.
പേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നിങ്ങൾ ബാങ്കിലേക്ക് പോകേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഡൗട്ട് വരും, ആർക്കൊക്കെയാണ് ഇതുമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? ഇനി നിങ്ങൾക്ക് കിട്ടുമോ കിട്ടൂലേ എന്നൊന്നും നമുക്ക് ഇപ്പൊ അറിയാൻ പറ്റില്ല. നമ്മൾ കൊടുത്ത് സാങ്ഷൻ ആയാലേ നമുക്ക് കിട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. ആ ഒരു ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഓൾറെഡി അഡ്മിഷൻ കിട്ടിയത് മെറിറ്റിലായിരിക്കണം. ഇനി മെറിറ്റിലല്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും. അത് നിങ്ങൾ കുറച്ച് ഓടേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അത് മനസ്സിലാക്കുക. നിങ്ങൾ എടുത്തിരിക്കുന്ന കോളേജ് എത്രാമത്തെ റാങ്കിലുള്ള കോളേജാണ്. നമുക്കറിയാലോ, ഇപ്പോൾ സ്കൂളിനായാലും കോളേജസിനായാലും ഹോസ്പിറ്റൽസിനായാലും ഒക്കെ ഒരു റാങ്ക് ഉണ്ട്. ആദ്യത്തെ ഏഷ്യയിലെ നമ്പർ 1 സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കോട്ടൺ ഹിൽ വഴുതക്കാടാണ് ഏഷ്യയിലെ നമ്പർ 1 സ്കൂൾ. അപ്പോൾ അതുപോലെ ഓരോ കോളേജസിനും റാങ്കിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ INC, അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിങ്ങിന്റെ കാര്യങ്ങളിൽ വരുന്നതാണ്. അതൊക്കെ കോളേജസിന് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അഫിലിയേഷൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നതായിരിക്കും കേട്ടോ. അതായത് നിങ്ങളിപ്പോൾ ഏത് കോഴ്സിനാണ് ചേർന്നിരിക്കുന്നത്, ഏത് കോളേജിലാണ്, അതുപോലെ ആ കോളേജിനുള്ള INC അപ്രൂവൽ ഉണ്ടോ, അഫിലിയേഷൻ ഉണ്ടോ, ഇതെല്ലാം നോക്കുന്നതായിരിക്കും എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളുടെ +2ന്റെ മാർക്ക് നോക്കും. ഇപ്പൊ മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു 60% താഴേക്കുള്ള കുട്ടികൾക്കാണ് എന്നുണ്ടെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. വളരെ മാർക്ക് കുറവാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. നിങ്ങളിപ്പോ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് നഴ്സിംഗ് പഠിച്ച് പാസ്സായാൽ മാത്രമേ നിങ്ങളൊരു നേഴ്സ് ആവുകയുള്ളൂ. അതുപോലെ പാരാമെഡിക്കൽ സ്റ്റുഡൻസ് ആണെങ്കിൽ പാരാമെഡിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ പാരാമെഡിക്കലിന്റെ ആയിട്ടുള്ള ജോബും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എഡ്യൂക്കേഷൻ ലോണ് ഇത്രയും മാർക്ക് കുറഞ്ഞുള്ള പഠിക്കാത്ത ഒരു കുട്ടികൾക്ക് ബാങ്ക് കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും കൊടുക്കില്ല. അത് സാങ്ഷൻ ആവാനുള്ള ചാൻസും വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പഠിക്കാൻ കയറി കഴിഞ്ഞാൽ നമ്മൾ ഫെയിലായി പോവുകയോ അല്ലെങ്കിൽ നമുക്കൊരു സപ്ലി വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ ലോൺ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. പിന്നെ നമുക്ക് ലോൺ കിട്ടാതെയും വരും. അതുകൊണ്ട് ഇതെല്ലാം ബാങ്ക് നോക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്ററി നോക്കും. ഹിസ്റ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് കഴിഞ്ഞ് ഈ എഡ്യൂക്കേഷൻ ലോൺ ഒരു ബാങ്ക് കൊടുത്തു, അവർക്കിത് തിരിച്ച് ഈ ക്യാഷ് ഇൻട്രസ്റ്റോട് കൂടി കിട്ടണം. അപ്പൊ നമുക്ക് അത് തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശേഷി നമുക്കുണ്ടോ എന്നത് അവർ വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സിംഗിൾ പാരന്റ് ആണ്, ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എന്നുണ്ടെങ്കിൽ ലോൺ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാവാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് അവർക്കൊരു വിശ്വാസം ഉണ്ടാവില്ല നമ്മൾ തിരിച്ച് ലോൺ അടയ്ക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് നമുക്ക് തന്നെയാണ് ബേർഡൻ ആയിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബാങ്ക് ശ്രദ്ധിക്കും. ഇനി നിങ്ങൾ ബാങ്കിൽ പോകുന്ന സമയത്ത് ആരൊക്കെയാണ് പോകേണ്ടത് എന്നുള്ളത് സ്റ്റുഡൻസ് പോകേണ്ടി വരും. സ്റ്റുഡൻസിന്റെ ഗാർഡിയനായിട്ട് ഏത് പാരന്റ്സ് ആണോ അത് വേറെ ആരെങ്കിലും ആണോ അവർ പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ ചില ബാങ്കിൽ പുറത്തുനിന്നുള്ള ആള് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ബന്ധുവോ അങ്ങനെ ആരെങ്കിലും കൂടെ ആഡ് ചെയ്യിക്കുന്നതായിരിക്കും. ഒരു സാക്ഷി എന്ന രീതിയിൽ ആഡ് ചെയ്യിക്കുന്നതായിരിക്കും. അങ്ങനെ അതൊക്കെ ഓരോ ബാങ്ക് അനുസരിച്ചിരിക്കും. അത് നിങ്ങൾ ഓരോ ബാങ്കിന്റെ സ്കീം നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ആധാർ കാർഡ്, ഇൻകം, റേഷൻ കാർഡ്, പിന്നെ കോളേജിൽ നിന്ന് കിട്ടിയ പേപ്പേഴ്സ്, അതുപോലെ ഫീസ് സ്ട്രക്ചർ, നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഫീസ് അടച്ചിട്ടുണ്ടല്ലോ അതിന്റെ ഒറിജിനൽ റെസീപ്റ്റ് വരെ നമ്മളവിടെ കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. പിന്നെ നമ്മുടെ SSLC അതുപോലെ +2ന്റെ ഒക്കെ അറ്റസ്റ്റഡ് കോപ്പി, നമ്മൾ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞതാണ്, നിങ്ങൾ കൂടുതൽ അറ്റസ്റ്റഡ് കോപ്പിയൊക്കെ എടുത്ത് വെക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കോപ്പീസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ അലോട്ട്മെന്റ് മെമ്മോ, നമുക്ക് മെറിറ്റിൽ കിട്ടി എന്നതിന് വേണ്ടിയിട്ടുള്ള അലോട്ട്മെന്റ് മെമ്മോ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഗാർഡിയൻ, അതായത് നിങ്ങളുടെ പാരന്റ്സിന്റെ എന്തെങ്കിലും പ്രൂഫ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഫോട്ടോസ്, പിന്നെ അതുപോലെ അവർ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണോ പറയുന്നത് അതൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ കരം തീർത്ത രസീത് അത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റും അവർക്ക് നിങ്ങളുടെ ഹിസ്റ്ററി എന്താണ്, അതുപോലെ നിങ്ങൾക്ക് ഇത് തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്നതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ലോൺ സാങ്ഷൻ ചെയ്ത് തരികയുള്ളൂ. നമുക്ക് എത്രത്തോളം ക്യാഷ് ആണ് ലോൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം. നമുക്കറിയാം ഈ വർഷത്തെ ഒരു ഫീസ് സ്ട്രക്ചർ വെച്ചിട്ട് നോർമലി ഒരു 8 ലക്ഷം രൂപയാണ് സെൽഫ് ഫിനാൻസിങ് കോളേജിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്ന സമയത്ത് 8 ലക്ഷം രൂപയൊക്കെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബേർഡൻ ആവാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്ന് പറയുന്നത് 8 ലക്ഷം രൂപയൊക്കെ പിന്നെ ഇൻട്രസ്റ്റ് ആയിട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ എടുക്കുന്ന
ബാങ്ക് ഒക്കെ ബേസ് ചെയ്തിട്ട് പിന്നെ അത് വലിയ പ്രശ്നത്തിലും നിങ്ങൾക്ക് അതൊരു കടക്കെണിയിലും ഒക്കെ ആയിട്ട് മാറാത്ത രീതിയിൽ വേണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ 4 ലക്ഷത്തിന് മുകളിലേക്ക് നിങ്ങൾക്ക് ലോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത് വെക്കേണ്ടതായിട്ട് വരും. അതായത് ഒരു അസറ്റ് വെക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ആധാരം വെക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ സ്വർണം വെക്കേണ്ടതായിട്ടോ അങ്ങനെ എന്തെങ്കിലും വരുന്നതായിരിക്കും. അതുപോലെ സാക്ഷികളും കാര്യങ്ങളും ഒക്കെ വരുന്നതായിരിക്കും. ഇനി 4 ലക്ഷത്തിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ വേറെ കൊളാറ്ററലും സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്ത ഈ ലോൺ എടുത്തു കഴിഞ്ഞ് എപ്പോഴാണ് ഇത് അടച്ചു തുടങ്ങേണ്ടത് എന്നുള്ളത് വേറൊരു രീതിയിൽ പറഞ്ഞു തരാം. നമുക്ക് നമ്മൾ ലോൺ എടുത്തതിന് ശേഷം നമുക്കിത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ചില ബാങ്കുകൾ പറയാറുണ്ട്. എല്ലാ ബാങ്കും പറയാറില്ല. അതായത് മാസം 1000 രൂപ വെച്ച്, അതായത് നിങ്ങളിപ്പോ പഠിക്കുമ്പോൾ തന്നെ മാസം 1000 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് അടച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കുറച്ച് പെട്ടെന്ന് തന്നെ എഡ്യൂക്കേഷൻ ലോൺ അടച്ചു തീർക്കാനുള്ള ഒരു സംവിധാനം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾ ബാങ്കുമായിട്ട് സംസാരിക്കണം. അങ്ങനെ ഇൻസ്റ്റാൾമെന്റിൽ ഞങ്ങൾ ഓൾറെഡി ലോൺ എടുത്തതായാലും ഫുൾ ലോൺ നമുക്ക് എടുത്തതിന് ശേഷം നമുക്ക് 1 വർഷം കഴിഞ്ഞിട്ട് 5ാമത്തെ വർഷം തൊട്ടിട്ട് നമുക്ക് ലോൺ അടയ്ക്കാൻ പറ്റുന്ന സ്കീമുണ്ട്. അല്ലാതെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഓരോ മാസം നമ്മളിങ്ങനെ 1000 രൂപ വെച്ച് അടച്ചു കഴിഞ്ഞാൽ 4 വർഷം ആകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് എമൗണ്ട് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അത് അങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് ബാങ്കിൽ ചോദിക്കുക. അങ്ങനെ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അല്ല നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന നോർമലി എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 4 വർഷത്തെ പഠനം കഴിഞ്ഞ് പാസ്സായതിനു ശേഷം 1 വർഷം നമുക്ക് ടൈം തരും. ഈ ടൈം എന്ന് പറയുന്നത് നമുക്ക് ജോലി കണ്ടുപിടിക്കാനും ജോലിക്കൊക്കെ പോകാനും ഉള്ള ഒരു ടൈമാണ്. ഈ ടൈം പീരീഡിൽ നമ്മൾ ജോലി കണ്ടുപിടിക്കുക. അതിനുശേഷം 6 മാസം കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് അടച്ചു തുടങ്ങാം. അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അടച്ചു തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ അടച്ചു തുടങ്ങാവുന്നതാണ്. അതെല്ലാം നിങ്ങളുടേതായ ചോയ്സ് ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ കുറെ പേർക്ക് ഒരു ഡൗട്ടാണ് റിസർവേഷൻ ബേസ് ചെയ്തിട്ട് എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമോ എന്നുള്ളത്. റിസർവേഷൻ ബേസ് ചെയ്തിട്ടല്ല എഡ്യൂക്കേഷൻ ലോൺ കിട്ടുന്നത്. അതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നതിൽ മെയിൻ കാര്യം റിസർവേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, മൈനോറിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ബേസ് ചെയ്തിട്ട് അഡ്മിഷൻ കൊടുക്കാനാണ് നമുക്ക് പറ്റുന്നത്. എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുമ്പോൾ തിരിച്ചടയ്ക്കുക കൂടി വേണം. അപ്പോൾ തിരിച്ചടയ്ക്കുന്ന രീതിയിൽ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷൻ ചെയ്ത് കൊടുക്കാറുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഈ വാടക വീട്ടിലൊക്കെ കിടക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഈ എഡ്യൂക്കേഷൻ ലോൺ ഒക്കെ കിട്ടാനായിട്ട് പാടായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും അസറ്റ് വെക്കാനും കൂടി അവർ പറയും. അതായത് 4 ലക്ഷത്തിന് താഴെയാണ് നിങ്ങൾ ലോൺ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ചില ബാങ്കുകൾ അവർക്കൊരു പ്രൂഫിന് വേണ്ടിയിട്ടും അവർക്കൊരു തെളിവിന് വേണ്ടിയിട്ടും എന്തെങ്കിലും അസറ്റ് കൊടുക്കാനായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഓൾറെഡി ഇങ്ങനത്തെ അസറ്റും കാര്യങ്ങളും ഇല്ലാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ റിസർവേഷൻ ബേസ് ചെയ്തിട്ടൊന്നും എഡ്യൂക്കേഷൻ ലോൺ കിട്ടില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ലോൺ കയ്യിൽ കിട്ടുക എന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ 4 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത് എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഇത് 4 വർഷത്തേക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഫസ്റ്റ് ഇയറിൽ 1 ലക്ഷം, സെക്കൻഡ് ഇയറിൽ 1 ലക്ഷം, തേർഡ് ഇയറിൽ 1 ലക്ഷം, 4ാമത്തെ ഇയറിൽ 1 ലക്ഷം, ഇങ്ങനെ 4 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. പക്ഷേ 1 വർഷത്തേക്ക് നമുക്ക് 1 ലക്ഷത്തിൽ കൂടുതൽ രൂപയാകുന്നുണ്ട്. അപ്പൊ ബാക്കി വരുന്ന തുക എന്ന് പറയുന്നത് നിങ്ങൾ കയ്യിൽ നിന്നായിരിക്കും കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത സമയത്ത് ക്യാഷ് അടച്ചിട്ടുണ്ട്. ഈ ക്യാഷ് ബാങ്കുകാര് എഡ്യൂക്കേഷൻ ലോൺ പാസ് ആകുന്ന സമയത്ത്, അതായത് സാങ്ഷൻ ആവുന്ന സമയത്ത് നമ്മളെ വിളിച്ച് ചോദിക്കും, ഇതുപോലെ ക്യാഷ് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഓൾറെഡി അടച്ചിട്ടുള്ള റെസിപ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ആ കാശ് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇട്ട് തരാൻ പറയാം. ആ കാശ് നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് കിട്ടും. ബാക്കി ഇനി സെക്കൻഡ് ഇയറിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത്, സെക്കൻഡ് ഇയറിലും നിങ്ങൾ ഹോസ്റ്റലിന്റെ അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചറും ബോണിഫൈഡ് സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് നിങ്ങൾ ബാങ്കിൽ കൊണ്ട് കൊടുക്കണം. അവർ വെരിഫൈ ചെയ്തിട്ട് സെക്കൻഡ് ഇയറിലെ ക്യാഷും ഇതുപോലെ അക്കൗണ്ടിൽ, നിങ്ങളുടെ അക്കൗണ്ടിലല്ല ഇടുന്നത്, കോളേജിന്റെ അക്കൗണ്ടിലായിരിക്കും ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങളുടെ അക്കൗണ്ട് വഴിയല്ല ട്രാൻസാക്ഷൻസ് നടക്കുന്നത്, ഡയറക്റ്റ് ബാങ്കിൽ നിന്ന് കോളേജിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും ഒക്കെ ഡയറക്റ്റ് ബാങ്കിൽ നിന്ന് കോളേജിലേക്കായിരിക്കും ഫീസ് പോകുന്നത്. അതിന്റെ റെസിപ്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നതുമായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യുക. എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ശ്രദ്ധിച്ച് ചെയ്യുക. എടുപിടിയിൽ ഒരു കാര്യം ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. എഡ്യൂക്കേഷൻ ലോണാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമോ. നിങ്ങൾ പിന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നിങ്ങൾ നേഴ്സിംഗ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫ്രഷറിന് കിട്ടുന്ന സാലറി നമ്മുടെ നാട്ടിൽ എത്രയാണ് എന്നുള്ളത് മാക്സിമം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എഡ്യൂക്കേഷൻ ലോൺ എത്ര എടുക്കണം എന്ന് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് തീരുമാനിക്കേണ്ടത്.
ശ്രദ്ധിക്കേണ്ടത്, ഇത് എടുക്കുന്ന കുട്ടികൾ നന്നായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് സപ്ലി വരാൻ പാടില്ല, നിങ്ങൾ ഫെയിൽ ആവാൻ പാടില്ല. ഫെയിൽ ആയി കഴിഞ്ഞാൽ ഈ ലോൺ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വേണം ലോൺ എടുക്കാനായിട്ട്. ഓവറോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ലാസ്റ്റ് സമ്മറി പോലെ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തീരുമാനിച്ച സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ആദ്യമായിട്ട് നമ്മൾ വീടിനടുത്തുള്ള ഒരു ബാങ്കിൽ പോയി ഇതുപോലെ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടി കാര്യങ്ങൾ എൻക്വയറി ചെയ്തു. തിരിച്ചു വന്നു. നമ്മൾ 2 പോർട്ടൽ പറഞ്ഞു. ആ പോർട്ടലിൽ കയറി എല്ലാ ബാങ്കിന്റെയും സ്കീമും കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തല്ലോ, കോളേജിൽ അഡ്മിഷൻ എടുത്തത് കോളേജിനും പറഞ്ഞു ഇതുപോലെ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി വേണം എന്നുള്ളത്. അപ്പോൾ ക്ലാസ് തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റും പേപ്പേഴ്സും എല്ലാം കോളേജിൽ നിന്ന് റെഡിയാക്കി. അതുപോലെ കോളേജിൽ നിന്ന് പറഞ്ഞിട്ടുള്ള എൻക്വയറി ചെയ്തപ്പോൾ കിട്ടിയ കുറെ വിവരങ്ങളുണ്ട്. ഇന്ന ഡോക്യുമെന്റ്സ് കൊണ്ടുവരണം, അതനുസരിച്ചുള്ള ഡോക്യുമെന്റ്സും കുട്ടിയും പാരന്റ്സും അല്ലെങ്കിൽ ആദ്യമാണ് ഗാർഡിയൻ അവരുമായിട്ട് സാക്ഷിയുമായിട്ട് നിങ്ങൾ എവിടെ പോകുന്നു, ബാങ്കിലേക്ക് പോകുന്നു. ഇതിന് വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സും കാര്യങ്ങളും കൊടുക്കുന്നു, സാങ്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നു. അവരത് വെരിഫൈ ചെയ്യുന്നു. കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി എന്നുണ്ടെങ്കിൽ നിങ്ങളത് ബാങ്കിൽ നിന്ന് വിളിച്ച് പറയുന്നു. ഏകദേശം ഒരു 3-4 മാസങ്ങൾ എടുക്കും. അത് പലർക്കും പല രീതിയിലായിരിക്കും. നിങ്ങൾ ഏത് ബാങ്ക് ആണ് എടുക്കുന്നത്, ഇൻട്രസ്റ്റ് ഏതാണ്, അതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് സാങ്ഷൻ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ നിങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള ഫീസ് ഉണ്ടല്ലോ, ആദ്യത്തെ വർഷത്തെ ഫീസ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നു. നിങ്ങൾ അത് വാങ്ങി വെക്കുന്നു. നിങ്ങൾ ആ വർഷം സപ്ലിയും കാര്യങ്ങളും ഇല്ലാതെ പഠിച്ച് മുന്നോട്ട് പോകുന്നു. ഫെയിൽ ആയില്ല, പാസ്സായി, സെക്കൻഡ് ഇയർ ആയി. അതിനുശേഷം നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞത് ഇതുപോലെ നമ്മുടെ ബോണിഫൈഡ് സർട്ടിഫിക്കറ്റ്, ഹോസ്റ്റലിലെ ബോണിഫൈഡ് സർട്ടിഫിക്കറ്റും ഫീസ് സ്ട്രക്ചറും കോളേജിൽ നിന്ന് എന്തൊക്കെ പേപ്പേഴ്സ് ആണ് ബാങ്ക് വേണം എന്ന് പറയുന്നത് അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നിങ്ങൾ ബാങ്കിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കോളേജിലേക്ക് ക്യാഷ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ 3rd ഇയറും ഇത് ബാങ്കിൽ നിന്നും കോളേജിലേക്ക് ക്യാഷ് പോകുന്നു. അതുപോലെ 4th ഇയറും ബാങ്കിൽ നിന്നും ക്യാഷ് കോളേജിലേക്ക് പോവാണ് ചെയ്യുന്നത്. ബാക്കി ഇപ്പൊ നമ്മൾ എടുക്കുന്ന റേറ്റ് അനുസരിച്ചിരിക്കും. റേറ്റ് കുറവാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ കയ്യിൽ നിന്ന് കൊടുക്കണം. അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ബാങ്കിൽ നിന്ന് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് 1000 രൂപ വെച്ച് അടയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ബേർഡൻ നമുക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് കുറച്ച് കിട്ടുന്നതായിരിക്കും, ഇൻട്രസ്റ്റും കുറച്ച് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് അടച്ചാൽ മതിയല്ലോ. അതുപോലെ അങ്ങനെ പറ്റാത്തവർ 4 വർഷത്തെ പഠനത്തിന് ശേഷം 1 വർഷം നിങ്ങൾക്ക് ടൈം ഉണ്ട്. അത് കഴിഞ്ഞ് 5ാമത്തെ വർഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി അടച്ചു തുടങ്ങുക. അപ്പൊ ഇതാണ് ഓവറോൾ സമ്മറി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ന്യൂ അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.